ഞാൻ ചെയ്യുന്ന ഓരോ പാവങ്ങളും ഭഗവതി കാണുന്നുണ്ടാവും. അവസാനം എല്ലാം കൂടി ചേർത്ത് കെട്ടി തിരിച്ച് ഇങ്ങോട്ടൊരു കണക്കിയോദിക്കലുണ്ടാവും. അന്ന് ഞാൻ ശരിക്കും ഉറയും എന്റെ ദേവയാനി. സത്യം പറ, ഇന്ന് നിങ്ങൾ ആ സ്നേഹലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? സ്നേഹലതയ്ക്കല്ല, സ്നേഹമില്ലാത്ത ലതയ്ക്ക് വേണ്ടിയാണെങ്കിലും ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇത് കലികാലമാ. അവളോട് നമ്മുടെ തട്ടാം ഭാസ്കരന് ഒരിത്തിരി സ്നേഹമുണ്ട്. അവര് തമ്മിൽ പ്രേമത്തിലാ. അതിന് ഭാര വെക്കാനാ പണിക്കരി കളി കളിച്ചത്. അതിന് ഞാൻ കൂട്ടി നിൽക്കാ വേണ്ടത്? ദൈവദോഷം ചെയ്യാത്ത ഒരൊറ്റ വെളിച്ചപ്പടേ ഈ ലോകത്തുള്ളൂ, അത് ഞാനാ. പിന്നെന്തിനാ നിങ്ങൾ ഉറഞ്ഞു തുള്ളി കൊളത്തിച്ചാടിയത്? അത് പിന്നെ തുള്ളി തുള്ളി ഓടിയപ്പം വിചാരിച്ച പോലെ ബ്രേക്ക് ഇടാൻ പറ്റില്ല, അത്ര തന്നെ. അല്ല, മാധവൻ ചേട്ടനായിരുന്നോ? അതെ. ഇതെന്താ കയ്യില്? കുറച്ച് പരിപ്പ് കടയാ, നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. വരൂ, എനിക്ക് വേഗം പോണം. തട്ടലിന്റെ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഇതേതോ അത്യാവശ്യക്കാരനായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ വെളിച്ചപ്പാടിനെ കാണാൻ വേണ്ടി വന്നതാ. എന്താണാവോ? ഒരു പ്രാർത്ഥനയുടെ കാര്യം ഉണ്ടായി. ഇനിയിപ്പോ ഏതായാലും നാളെ പറയാം. ഇന്നിപ്പോ ജീവനോടെ മുമ്പിൽ വന്നിട്ട് ഇനി എന്തിനാ നാളത്തേക്കാക്കുന്നത്? അകത്തോട്ട് കയറി ഇരുന്നായരേ. നല്ല മഴക്കോളുണ്ട്, നമുക്ക് നാളെ ആവാം. ഗുഡ് നൈറ്റ്. ഒഴിവുണ്ടായിട്ടല്ല, പിന്നെ നിങ്ങളൊക്കെ വന്ന് വിളിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ എന്താ ചെയ്യാ? സ്നേഹലതേ, സ്നേഹലതേ. എന്താ ഭാസ്കര? അത് കുറച്ച് ഉമ്മി വേണമായിരുന്നു. ഉമ്മിയോ? അത്രേ ഉള്ളോ? സ്നേഹലതേ, ഭാസ്കരന് ഇത്തിരി ഉമ്മി എടുത്തോണ്ട് കൂടെ മോളെ. തട്ടാമ്പണി ആയതുകൊണ്ട് ഭാസ്കരന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉമ്മിക്കരി കാണൂല്ലേ? താങ്ക് യു. അകത്തൊരു ചാക്ക നിറച്ച് ഉമ്മിയുണ്ടല്ലോ, പിന്നെ എന്തിനാ അവിടെ ചെന്ന് വാങ്ങിയത്? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. 16 കാരറ്റ് ഒരുക്കാൻ തനി നാടൻ നെല്ലിന്റെ ഉമ്മി വേണം, അറിയോ നിനക്ക്? വിളിച്ചപ്പാടെ, എന്റെ ഭഗവതി. വാളിൽ സ്വർണം കെട്ടിക്കാനുള്ള ഉപായം പറഞ്ഞു തന്നത് ഞാൻ, എന്നിട്ട് പണിയിപ്പിച്ചത് വേറെ ആളെ കൊണ്ട്. നല്ല പരിപാടിയാണ്. അനാവശ്യം പറയരുത് ഭാസ്കര. ഭാസ്കരനെ കൊണ്ട് പണിക്കണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ പണിക്കര് പറഞ്ഞു വേണ്ടാന്ന്. മോടെ കല്യാണം നടക്കാൻ വേണ്ടിയായിരുന്നു വഴിപാട്. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചാൽ നടക്കും. ഈ ചുറ്റുപാടിൽ സ്നേഹലതയെ തനിക്ക് കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. അയാളുടെ മനസ്സിൽ മറ്റെന്തോ പദ്ധതികളൊക്കെ ഉണ്ട്. ചില ആലോചനകൾ അവിടെ നടക്കുന്നുണ്ടെന്നാ എന്റെ അറിവ്. കല്യാണം വേറെ തീരുമാനിച്ചിട്ടൊന്നുമില്ലല്ലോ. തീരുമാനിക്കാൻ നിൽക്കുന്ന എന്തിനാടോ? ഇതൊന്നും അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. അന്യോന്യം ഇഷ്ടമാണെങ്കിൽ ഇങ്ങ് വിളിച്ചിറക്കി പോരെ. ഞങ്ങളൊക്കെ ഇല്ലടോ നാട്ടിൽ. പക്ഷെ ചെന്ന് വിളിച്ചാൽ അവളിറങ്ങി പോരണം, ഇല്ലെങ്കിൽ നാറും.
വെളിച്ചപ്പാട് തുള്ളിയൊന്നും കേട്ട് എന്നോടെന്തിനാ മോഹം വീർപ്പിക്കുന്നത്? എന്റെ മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറയാം. സ്നേഹലതയെ വേറൊരാൾ കല്യാണം കഴിക്കുന്നത് എനിക്ക് സഹിക്കില്ല. ഭാസ്കരേട്ടന്റെ കൂടെ എവിടെ വേണമെങ്കിലും ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അതിനു മുമ്പ് സാവിത്രിയുടെ കല്യാണം കഴിയണം. പെങ്ങളുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങി വന്നത് തെറ്റല്ലേ? എന്തായാലും നമ്മുടെ കല്യാണം നേരെ ചൊവ്വേ നടക്കാൻ പോണില്ല. അതെനിക്ക് നല്ല ഉറപ്പാ. പിന്നെ എന്ത് ചെയ്യും? ഒരു കുറുക്കുവഴിയുണ്ട്. എന്ത് വഴി? വഴി ഇത്തിരി തെറ്റായ വഴിയാ. എന്നാലും അതിന് അതിൻ്റെതായ ഒരു അന്തസ് കാണിച്ചാൽ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഭാസ്കരേട്ടൻ തന്നെയാ നാണക്കേട്. നീ കാര്യം പറ. അത്ര വലിയ ചങ്കറപ്പുള്ള ആളാണെങ്കിൽ ഒരു താലിമാല ഉണ്ടാക്കി എന്റെ കഴുത്തിലിട്ടോ. പിന്നാരും എന്നെ കൊണ്ടുപോയില്ലല്ലോ. സത്യാണോ നീ പറയുന്നത്? ഒരു നല്ല മാല ഉണ്ടാക്കി എന്റെ കഴുത്തിലിട്. അത് കാണുമ്പോ അച്ഛനും അമ്മയും അത്ഭുതപ്പെടണം. ആദ്യം കുറെ തല്ലും ചവിട്ടൊക്കെ ഉണ്ടാവും. അത് സാരമില്ല, ഞാൻ സഹിച്ചോളാം. പോരെ? നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സ്നേഹലത. ഓ, എത്ര വാശിയുണ്ടെങ്കിലും സ്വർണ്ണമെന്ന് കേൾക്കുമ്പോ അച്ഛന്റെ അമ്മയുടെ എതിർപ്പ് നിൽക്കും. അതിനും പോരുന്നൊരു മാലയായിരിക്കണം കേട്ടോ. ഒരു താലിമാലക്ക് എന്താ, ഒരു പവൻ പോരെ? അത് ഞാൻ തരാം. മതി, ധാരാളം മതി. ഒരു പവനും കൊണ്ട് അച്ഛന്റെ അടുത്തേക്ക് ചെന്നാലേ അച്ഛൻ അത് ഒറ്റ നോട്ടത്തിൽ ഉരുക്കും. കാര്യം നടക്കണമെങ്കിൽ ഭാസ്കരേട്ടൻ കുറച്ച് ചെലവ് ചെയ്തേ പറ്റൂ. ചുരുങ്ങിയത് 10 പവനെങ്കിലും വേണം. 10 പവനോ? 10 പവന് പണം എത്ര വരും അറിയോ സ്നേഹലതയ്ക്ക്? ആ, എന്നാ നമുക്ക് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കാം. ഇതൊന്നും നടക്കാൻ പോണില്ല. നമ്മൾ കല്യാണം കഴിക്കാനും പോണില്ല. അച്ഛന്റെ മുമ്പില് ഭാസ്കരേട്ടനെ ഒരു വലിയ ആളാക്കാനായിരുന്നു ഞാൻ മോഹിച്ചത്. കല്യാണം കഴിഞ്ഞ അങ്ങോട്ട് തന്നെയല്ലേ ചേരുന്നത്, പിന്നെന്താ? അല്ല, നീ പറഞ്ഞത് നേരാ. ഉണ്ടാക്കാൻ സാധിക്കാഞ്ഞിട്ടൊന്നുമല്ല, കുറച്ചു കാലത്തേക്കുള്ള ഒരു ഇടപാടല്ലേ. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും സംഗതി നടക്കുന്നുള്ളതിന് എന്താണ് ഒരു ഉറപ്പ്? ഉറപ്പോ? മാല എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഭാസ്കരേട്ടൻ തന്നാണെന്ന് ഞാൻ പറയും. അത്ര തന്നെ. പോട്ടെ, അതൊന്നും സാരമില്ല. നടക്കാത്ത കാര്യത്തിന് എന്തിനാ നമ്മൾ വെറുതെ വാശി പിടിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുമില്ല, ഭാസ്കരേട്ടൻ കേട്ടിട്ടുമില്ല. അതല്ല, നീ പറയുകയും ചെയ്തു, ഞാൻ കേൾക്കുകയും ചെയ്തു. 10 പവനല്ലേ? ഞാൻ നോക്കാം. ഞാൻ വിചാരിച്ച നടക്കും. 10 പവനേക്കാളും വലുത് എനിക്ക് നീയാ. മോളെ ചൂട്ടൊന്ന് കുത്തി കെട്ടി. ഏട്ടനും വരായിരുന്നില്ലേ പുലിക്കളി കാണാൻ? എത്ര പുലികളായിരുന്നു? ഇവിടെ അതിനേക്കാളൊക്കെ വലിയൊരു പുലിയാ ഈ നെരിപ്പോടില്. എന്താ? ഒരു മാല. 10 പവനാ മോളെ. ഇത് തീർന്നാൽ ഇവിടെ ഒരു ഭൂമി കുലുക്കം ഉണ്ടാവും. ആ കുലുക്കത്തില് ഈ നാട്ടിലെ ആളുകളും ശരിക്കൊന്ന് കുലുങ്ങും. ഏട്ടനും കുലുങ്ങോ? ഞാനല്ലേ കുലുക്കുന്നത്. ഭഗവതി സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണേ ത്രയംബകേ ഗൗരി നാരായണ ഭദ്രേ ഭഗവതി. സംഗതി സീരിയസ് ആവാൻ പോവാ. സ്നേഹലതയെ ഞാൻ വിളിച്ചിറക്കും. വെളിച്ചപ്പാടന്റെ പിന്നിലുണ്ടാവുമെന്ന് ഉറപ്പാണോ? അവള് വരുന്നുറപ്പാണോ? ഉറപ്പാണോന്നോ? പണിക്കര് കൊണ്ടുവന്ന് മുന്നിൽ നിർത്തും, എന്നിട്ട് രക്ഷിക്കാൻ പറയും. ഞാനും പണ്ട് ഒരുത്തിയെ ഇങ്ങനെ വിളിച്ചതാ. വിളിച്ചവൾ ഇറങ്ങി വരാത്തത് കൊണ്ടാ ഞാൻ വെറും ഒരു വെളിച്ചപ്പാടായത്. ആ ഗതി നിനക്കുണ്ടാവരുത്. നേരാവണ്ണം വരാനുള്ള ഒരു വഴി ഞാൻ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. വെളിച്ചപ്പാടേ, ഞാനും ഒരാണാ. അതൊക്കെ മോശല്ലേ? സംഗതി ഏകദേശം കെട്ടിയോ? ആ, കെട്ടിക്കൊണ്ടിരിക്കുന്നു. കൂടെ നിന്നോളണം. ഏറ്റു മോനെ, ഏറ്റു. ഞാൻ ഇപ്പോഴേ ഉറണോ? പറ. 10 പവൻ. ഒരു പണത്തൂക്ക് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എങ്ങനെയുണ്ട്? അറിയാൻ വേണ്ടി മാത്രം പറയാ. സാവിത്രിക്ക് വേണ്ടി കരുതിയ സ്വർണം വരെ ഞാനിതിൽ ഉരുക്കി ഒഴിച്ചു. നിനക്കും എനിക്കും വേണ്ടിയല്ലേ. നീ എൻ്റെ ഭാര്യയായിട്ട് വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക സാവിത്രിക്കായിരിക്കും. വെട്ടിത്തരട്ടെ? വേണ്ടായിരുന്നു. ഞാൻ കാരണപ്പോ. നീ കാരണം തന്നെയാ. നീ ഇല്ലെങ്കിൽ
ഞാൻ പിന്നെ ആരെ സ്നേഹിക്കുമായിരുന്നു? ഭർത്താവിന്റെ അസുഖം വേഗം മാറും. എന്താ പോരെ? മരണം പലതവണ വരും, വന്നാലും വന്ന പോലെ പോവും. എന്നാലും എവിടെയോ ഒരു അപകടം കാണുന്നു. മൂത്ത മകന്റെ മേലെ ഒരു കണ്ണുണ്ടാവുന്നത് നന്ന്. ഭയപ്പെടണ്ട, ഞാൻ കാവലുണ്ട്. എന്താ പോരെ? ദക്ഷിണ വയ്ക്ക, ഇടിക്കുന്ന നല്ല നോട്ട് വയ്ക്ക. ഇനി 10ന്റെ ഉള്ളു. 10 10. ആ അതും ഇതും ചോദിച്ചിനിപ്പോ കുഞ്ഞിനെ വേദനിപ്പിക്കണ്ട. അവൾ എന്നോട് എല്ലാം പറഞ്ഞു. ശംഭോ മഹാദേവ നാരായണ. ഇതിപ്പോ ഇത്ര വലിയ ആന കാര്യമൊന്നും അല്ല. എന്റെ മോക്ക് അവനൊരു സമ്മാനം കൊടുത്തെന്നല്ലേ ഉള്ളൂ. ചേടാ വെച്ച് നീട്ടിപ്പോ അവൾ എങ്ങനെയാ വേണ്ടാന്ന് പറയാ? വേറെ ആരും അറിയോ കാണുമോ ഒന്നും ചെയ്തില്ലല്ലോ മോളെ. ഇല്ലമ്മേ. ആ അത് മതി. അവൻ അല്ലെങ്കിലും നല്ലവനാ, എനിക്കറിയാം. അവന്റെ നല്ല മനസ്സിന്റെ ഒരു ഗുണം കണ്ടില്ലേ? 10 പവനെന്ന് പറഞ്ഞപ്പോ ഞാനങ്ങ് അന്തിച്ചു പോയി. പിന്നൊരു ധൈര്യത്തിനങ്ങ് വാങ്ങിയെന്നേ ഉള്ളൂ. എനിക്കൊന്നും ഓർമ്മയില്ല അച്ഛാ. ഇതൊക്കെ ഒരു സഹോദര സ്നേഹമാണെന്ന് കരുതിയാ മതി. സഹോദരനാവാൻ ഒരേ വയറ്റിന്ന് തന്നെ വീഴണമെന്നൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഓ എന്തിന്? 10 പവൻ കൃത്യമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ അവൻ സഹോദര സ്നേഹമുള്ള ദാനശീലനായ ഒരു തട്ടാന. ഒരു കൈ വാങ്ങുന്നത് മറു കൈ അറിയരുതെന്ന പ്രമാണം. അതുകൊണ്ട് ഇവളിത് വാങ്ങിയത് ഇവള് പോലും അറിഞ്ഞിട്ടില്ല. എന്താ ഭാഗീരഥിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കൊരു 17-18 വയസ്സ് പ്രായമുള്ളപ്പോ നമ്മുടെ ആ വാര്യത്തെ സൗദാമിനിയോട് എനിക്കും തോന്നി ഇതുപോലൊരു സഹോദര സ്നേഹം. ആ സ്നേഹത്തിന്റെ പുറത്ത് ആ കുട്ടിക്ക് ഞാൻ ചെറിയൊരു സമ്മാനം കൊടുത്തു. ആളുകൾ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയത്. സഹോദര സ്നേഹമായിരുന്നു എന്ന് നമുക്കല്ലേ അറിയാറുന്നുള്ളൂ. ചിരിക്കല്ലേടി. അവനിത് തന്നൂന്നും വെച്ച് ഇനി നീ ശൃംഗരിക്കാൻ വേലിക്കോട്ട് ചെന്നാ അരിഞ്ഞ് ഞാൻ തോട്ടിലെറിയും. അയൽവക്കത്തൊരു തട്ടാനുള്ളത് പണിക്കന്മാർക്ക് ഒരു ഐശ്വര്യാണെന്ന് കരുതിയാ മതി. വല്ലാത്തൊരു ചവിട്ടു കാപ്പ. തിരിച്ചങ്ങോട്ട് ചവിട്ടാൻ ഒരു വയ്യും കാണില്ലല്ലോ പടച്ചോനെ. ആ എന്താ മാധവൻ നായരെ? ആ വരിക, ഇരിക്ക. ഒരു ചായയും 1-2 പഴവും. നൃത്തം പൊടിക്കണ്ടല്ലോ അവക്കറേ. ആ കുറേം കൂടി കഴിയുമ്പോ ഇവിടെ മുഴുവൻ തവിട് കൂടിയാവും. പൊടിയേറ്റടോ. പെണ്ണുങ്ങളുടെ ചവിട്ട് കൊണ്ട് പൊടിയുന്നത് ഒരു സുഖല്ലേ? എന്താ പണിക്കിരുന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കടോ? എന്റെ ജീവിതത്തില് പ്രധാനമായും 2 ആഗ്രഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒന്ന്, എന്റെ മോള് സ്നേഹലതയെ ഒരു ഗൾഫുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. അത് ഏതാണ്ട് ഒത്തു വന്നിട്ടുണ്ട്. മറ്റൊന്ന്, എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവൾക്കൊരു 10 പവന്റെ മാല പണിയിച്ചു കൊടുക്കുക. ഒരു കൂട്ടി വെച്ചതൊക്കെ എടുത്ത് അതും ഞാൻ അങ്ങ് ഒപ്പിച്ചു. എങ്ങനെയുണ്ട്? അസലായിട്ട് 10 പവനാ. ഓഹോ, നേരോ നോക്കട്ടെ. എന്നാലേ ഒരു 15ന്റെ മതിപ്പുണ്ട്. ഇല്ല ഭാസ്കര? വളരെ കാലായിടോ അവൾ ഒരു മാല വേണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ. ചെലവൊന്നും ഞാൻ നോക്കിയില്ല. പണിക്കൊരു കലക്കി. ഈ സ്നേഹമുള്ളതെന്താന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് താനാ. നല്ല പണി, സമ്മതിച്ച്. തന്നെ കൊണ്ട് പണിയിക്കണമെന്നാ വിചാരിച്ചിരുന്നത്. അതിനിടയില ഭാഗീരഥയുടെ ഒരു സ്വന്തക്കാരി വീട്ടിൽ വന്നു.
അവരുടെ അയൽവക്കത്ത് നല്ല തങ്കം പോലത്തെ ഒരു തട്ടാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സ്നേഹത പറഞ്ഞു അവൻ മതി. അവൾക്കൊരു ആലോചന വന്നിട്ടുണ്ടേ, ഞാൻ അതിന്റെ തിടുക്കത്തിലാ. ആ താനൊന്ന് വന്നേ, ഒരു കാര്യമുണ്ട്. എനിക്കിടോ വരിക. സംഗതി ഗൾഫാ. നടക്കുകയാണെങ്കിൽ അങ്ങ് നടക്കട്ടെ. ഗൾഫ് അവൾക്കും താല്പര്യ. 2-4 ദിവസത്തിനകം അവരിങ്ങ് കാണാൻ വരും. താനൊരു ഉപകാരം ചെയ്യണം. അവർ വരുന്ന ദിവസം തൻ്റെ വീട്ടിൽ നിന്ന് 2 ചെമ്പ് പാത്രങ്ങളും അവിടെയുള്ള ആ പിച്ചളക്കിണ്ടിയും 2 കസേരയും വായ്പ തരണം. നമ്മുടെ ഭാഗത്തുനിന്ന് കാണിക്കാൻ എന്തെങ്കിലും വേണ്ടേ? 10 പവന്റെ മാല കാണിച്ചുകൊണ്ടൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഒരു കാര്യമില്ലടോ. താൻ എൻ്റെ വലങ്കൈയായി നിൽക്കണം. അവൻ ഗൾഫാ. അവിടെ തട്ടാമാർക്ക് നല്ല ചാൻസാ. തൻ്റെ കാര്യം അവള് നോക്കിക്കോളും. അത് ഞാൻ ഏറ്റു. എന്താ 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 എന്ത് പറ്റി? എന്താ ഭാസ്കര? ഇത് അപസ്മാരാന്നാ തോന്നണത്. എന്താ എന്താ ഉണ്ടായത്? സാരമില്ല, ഒരു ചെറിയ തലയിട്ടില്ല. ടീച്ചർ പോയി തുള്ളിക്കോളി, ഇത് നമ്മളായിക്കോളാം.